അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകമിറങ്ങി, സുവിശേഷത്തിൻ ശക്തിയാ. അഭിഷേകമിറങ്ങി, സുവിശേഷത്തിൻ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, അങ്ങനെ അവരുമായി കൂടിയിരുന്നപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താണ് ആ വാഗ്ദത്തം? പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള വാഗ്ദത്തം. കർത്താവ് പറയാണ്, ആ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിച്ചത്. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമുക്ക് ലഭിക്കുന്നത്? അതാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് ഈ 6, 7, 8 തുടർന്നുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 1:6 പറയാണ്, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളത് അല്ല. എന്നിട്ട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് എവിടെയൊക്കെ പോകും? യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം
48ഉം 49 വചനങ്ങൾ പറയുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പറയുന്ന വാക്കുകളാണ് ആ ഭാഗത്ത്. 44 വായിക്കാം. പിന്നെ അവരവരോട്, ഇതാകും നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇതിന് നിങ്ങൾ സാക്ഷികളാകും. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു. ഇത് യേശു കർത്താവ് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണം പ്രവൃത്തി ആരംഭിക്കാൻ. ഇന്നിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമ്മുടെ മുമ്പിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പോലും വാസ്തവമായി ശരിയായ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനോ തുറന്നു ലഭിക്കുകയോ ചെയ്യുന്നില്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ യേശു കർത്താവ് പിതാവിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നൊരു വാഗ്ദത്തം പരിശുദ്ധാത്മാവിന് എഴുന്നിട്ട് പറയാണ്, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഉറപ്പായിട്ട് വരും. യേശു കർത്താവ് മുൻപും പറഞ്ഞു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടതും കാംക്ഷിക്കേണ്ടതും പരിശുദ്ധാത്മാവിനെയാണ്. ദിനംതോറും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവാസത്തിൽ നാം ജീവിക്കാമെങ്കിൽ നമുക്ക് ഏറ്റവും ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം ജയകരമായി നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അല്ലാത്തപ്പോൾ ശക്തിയില്ല. ഇവിടെ പറയുന്നുണ്ട്, നസ്രേനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി സഞ്ചരിച്ചുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയുമ്പോഴാണ് നമുക്ക് നന്മ ചെയ്യാൻ, യഥാർത്ഥമായി നന്മ ചെയ്യാൻ കഴിയുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുന്നത്, ജയകരമായി നമുക്ക് മാറാൻ കഴിയുന്നത്. ഇവിടെ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും ഇവിടെ എന്താ പിന്നെ സംഭവിക്കുന്നത്? നാം ഭൂമിയുടെ അറ്റത്തോളം യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗകരാകുമെന്നല്ല, സാക്ഷികളാകും. പ്രസംഗിക്കാൻ നല്ല കാര്യമാണ്, പക്ഷെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. യേശു ക്രിസ്തുവിന് പകരം പിതാവാം യേശുവിനെ ഈ ഭൂമിയിൽ അയക്കുമ്പോൾ പിതാവിന് പകരം അയച്ചെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന് പകരമാണ്. യേശു ക്രിസ്തു എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ സംസാരിക്കേണ്ടതിനും യേശു ക്രിസ്തുവിൻ്റെ ഈ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിക്കേണ്ടതിനും അതിന് നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ കൂടിയേ കഴിയൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ. സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ഒരിക്കലൂടെ ദൈവസരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ. നമ്മൾ ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളായി മാറേണ്ടതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ഭവനത്തിൽ അത് ആരംഭിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധിയാരമുള്ള നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തോടെ, അധികാരത്തോടെ ഇവർ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞവരായി ഇവരുടെ ഭവനത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ. ഭൂമിയുടെ അറ്റത്തോളം എല്ലാ മേഖലയിലും ഇവർ ചെയ്യുന്ന ബിസിനസ്സിലും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പുലർത്തുന്നവരായി തീരട്ടെ. കുടുംബജീവിതത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം പുലർത്തുന്നവരായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കും. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ.
ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിൻ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അധികാരത്തോടെ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.